പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എപ്പോഴും പ്രോയിൽ എങ്ങനെ മലയാളം ടൈറ്റിൽസ് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ആദ്യം വേണ്ടത് നമ്മുടെ ഈ ഒരു പ്രീമിയം പ്രോ ടൈറ്റിൽ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ചാനൽ ഓൾറെഡി ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിൽ പോയി അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ പ്രൈസ് ചോദിക്കും. ഇവിടെ ജസ്റ്റ് നിങ്ങൾ 0 കൊടുത്തിട്ട് എന്ത് ചെയ്താൽ കൊടുത്തിട്ട് ഐ വാണ്ട് ദിസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെ ഈ ഒരു ടൈറ്റിൽസ് ഇൻസ്റ്റാൾ ചെയ്യാം നിങ്ങളുടെ പ്രീമിയം പ്രോയിൽ. അപ്പോൾ ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊരു ഇംഗ്ലീഷ് ടൈറ്റിൽസ് ആണ് വരുന്നത്. ഇനി നമുക്കത് എങ്ങനെ ഒരു മലയാളം അതിലെ ഉപയോഗിക്കാം, മലയാളം ടൈറ്റിലാക്കി മാറ്റാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ടൈപ്പിറ്റ് എന്നുള്ളൊരു ചെറിയൊരു സോഫ്റ്റ്വെയർ ആണ്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അത് ഇതുപോലെ ഉണ്ടാകും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാ യൂണിക്കോഡ് ടെക്സ്റ്റിനെ നമ്മുടെ ഫോണ്ടിനെ മലയാളം ഫോണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പം എനിക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ മലയാളം ടൈപ്പിംഗ് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, വളരെ ഈസി ആയിട്ട് മലയാളം ടൈപ്പിംഗ് ചെയ്യാവുന്നതാണ്. ഞാൻ തൽക്കാലം ദുൽഖർ സൽമാൻ എന്ത് ചെയ്തു അടിച്ചു. ഇനി ഇതിനെയാണ് നമുക്ക് മലയാളം ഫോണ്ടായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പം സാധാരണ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാധാരണ ഇത് സെലക്ട് ചെയ്ത് ഇത് കോപ്പി ചെയ്ത് നമ്മൾ സാധാരണ ഡിസൈനിങ്ങിന് വേണ്ടിയൊക്കെ ഈ ഫോണ്ട് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കാറ്, ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതേപോലെ തന്നെ വരുന്നതാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോണ്ടൊന്നും ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് ഫോണ്ട് ചേഞ്ച് ചെയ്താൽ തന്നെ ഇതുപോലെ ഓരോ സിമ്പിൾസ് ആയിരിക്കും ഉണ്ടാവുക. അതിനാണ് നമുക്ക് ആദ്യം ഇതിനെ ഒരു മലയാളം ഫോണ്ടായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ടൈപ്പിറ്റ് എന്നുള്ള സംഭവം ഉപയോഗിക്കുന്നത്. ടൈപ്പിറ്റ് പിന്നെ തൽക്കാലം ഇത് നേരത്തെ ചെയ്തപോലെ Ctrl+C കോപ്പി ചെയ്തു. ഇതിൻ്റെ ടൈപ്പിറ്റിലേക്ക് വരിക. ഇത് കൺവേർട്ടിൽ പേസ്റ്റ് ഫ്രം യൂണിക്കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഫോണ്ട് എന്ത് ചെയ്യും, ഇവിടെ കറക്റ്റായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോണ്ട് സെലക്ട് ചെയ്യുക, ഈ ടൈപ്പോഗ്രാഫി സെലക്ട് ചെയ്യുക. എന്നിട്ട് കൺവേർട്ടിൽ കോപ്പി ടു നമുക്ക് മലയാളം ഫോണ്ടിലേക്കാണ് അത് കോപ്പി ആവേണ്ടത്. അപ്പോൾ ഒരുപാട് ഫോണ്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ സാധാരണ ഉപയോഗിക്കാറ് FML ഫോണ്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, FML ടൈപ്പ് ചെയ്തു. നിങ്ങൾക്ക് FML ഫോണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് FML മലയാളം ഫോണ്ട്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മലയാളം FML ഫോണ്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. എല്ലാം മലയാളം FML ഫോണ്ടുകളാണ്. വ്യത്യസ്തമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇഷ്ടം പോലെ ഫോണ്ട്സുകൾ അവൈലബിൾ ആണ്. എന്തായാലും ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രീമിയറിലോട്ട് വരാം. നിങ്ങൾക്ക് ന്യൂ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. തൽക്കാലം ഓൾറെഡി ഉള്ളൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഒരു പുതിയ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് ഫാസ്റ്റായിട്ട് കാണിക്കുകയാണ്, കാരണം എൻ്റെ ഒരുപാട് ട്യൂട്ടോറിയൽ പ്രോൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ടൈറ്റിൽസ് വിൻഡോയിൽ എസെൻഷ്യൽ ഗ്രാഫിക്സ് എന്നുള്ള വിൻഡോ, അതാണ് ആ വിൻഡോ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ടൈറ്റിൽസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പം തൽക്കാലം അതിൽ നിന്നൊരു ടൈറ്റിൽ എന്ത് ചെയ്തു, ഡ്രാഗ് ചെയ്തിട്ടു. ഇനി ഒന്ന് പ്ലസ് ബട്ടൺ ആണ്, കീബോർഡിൽ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്താൽ ഞങ്ങൾക്ക് ടൈം ലൈൻ ഇതുപോലെ സൂം ചെയ്യാം. ഇനി എനിക്കിത് പ്ലേ ചെയ്യുമ്പോൾ കാണാം ഇതൊരു ഇംഗ്ലീഷ് ടൈപ്പോഗ്രാഫിയാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഈ ടൈറ്റിൽസ് ഇംഗ്ലീഷിനും ഉപയോഗിക്കാം. ഇനി ഇതെങ്ങനെ മലയാളത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ടൈറ്റിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് എസെൻഷ്യൽ ഗ്രാഫിക്സിൽ എഡിറ്റ് സെക്ഷനിൽ വരിക. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് വരുന്നത് നെയിമാണ്. ഇവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ നേരത്തെ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യുക. അപ്പം കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കും ടെക്സ്റ്റ് ഉണ്ടാവുക. അപ്പം ജസ്റ്റ് ഫോണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ FML ഫോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ FML ഫോണ്ട് സ്റ്റൈൽ എന്ത് ചെയ്യുക. തൽക്കാലം അല്ലേ എല്ലാ ഫോണ്ട് എല്ലാത്തിലും അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് തൽക്കാലം ഈ ദുൽഖർ സൽമാൻ എന്നുള്ള രണ്ടാമത്തെ ടെക്സ്റ്റ് സർനെയിമിലാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് Ctrl+X കട്ട് ചെയ്ത് ഇത് സർനെയിമിലേക്ക് എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോണ്ട് FML ഫോണ്ടിലേക്ക് മാറ്റി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ടൈപ്പോഗ്രാഫ് ടെക്സ്റ്റും കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യാവുന്നതാണ്. മലയാളം
ആപ്പ് ബേസ്ഡ് നിങ്ങൾക്ക് ഇതേപോലെ അല്ലേ കറക്റ്റ് ആ ഒരു ഫോൺ ആനിമേഷൻ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുക റിറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ ഫോൺ ആനിമേഷൻ എല്ലാം റിറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലൊരു പോസ്റ്റേഴ്സൊക്കെ എന്ത് ചെയ്യുക ഇട്ട് കൊടുക്കുക നമ്മുടെ ഭംഗിക്ക്. പൊസിഷൻ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എഫക്ട്സ് കൺട്രോൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ഇതിലെ പൊസിഷനിൽ എന്ത് ചെയ്യുക ജസ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്തേപോലെ മൂവ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടൈറ്റിൽസ് നിങ്ങളുടെ മലയാളം വീഡിയോ വ്ളോഗ്സിൽ യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മലയാളം എഡിറ്റിങ്ങിലും നിങ്ങൾ വെഡ്ഡിങ് എഡിറ്റിംഗ് എന്തായാലും അതിലൊക്കെ നിങ്ങൾക്ക് ടൈറ്റിൽസ് ഉപയോഗിക്കാം. സോ hope you enjoy it and stay tuned for more videos.